ഏറ്റു പ്രാർത്ഥിക്കാൻ. കർത്താവായ ദൈവമേ, പഠനത്തിൽ മനസ്സ് മങ്ങിയിരിക്കുന്ന മക്കള്, ബുദ്ധി മങ്ങിയിരിക്കുന്ന മക്കള്, ഓർമ്മശക്തി കുറവുള്ള മക്കള്, കർത്താവേ, പഠിക്കാൻ ഉത്സാഹം കാണിക്കാത്ത മക്കള്, പഠിച്ചിട്ട് കര പറ്റാത്ത മക്കള്, പരീക്ഷയെ ഭയപ്പെടുന്ന മക്കള്, ഒത്തിരിയേറെ പരീക്ഷകള് എഴുതാനുള്ള മക്കള്, എഴുതാൻ മനസ്സില്ലാത്തവര്, കർത്താവേ, ആശിച്ചു പോയ വിഷയങ്ങള് പഠിച്ച് പൂർത്തിയാക്കാൻ കഴിയാതെ കർത്താവേ ഉപേക്ഷിച്ചു പോയവര്, അവരെ സർട്ടിഫിക്കറ്റ് വിത്തുകളുടെ പോയവര്, കർത്താവേ, എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രേഖകള്, വസ്തുവിന്റെ പ്രമാണങ്ങള്, പട്ടയങ്ങള്, അന്യകരങ്ങളിലെ അകപ്പെട്ടു പോയവര്, ഈശോയെ, അവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർണം നഷ്ടപ്പെട്ടവര്, പണം നഷ്ടപ്പെട്ടവര്, പല സ്ഥാപനങ്ങളില് നിക്ഷേപിച്ചിട്ട് ആ സ്ഥാപനം തന്നെ പൊളിഞ്ഞുപോയ അവസ്ഥകള്, വ്യവസായശാലകള്, വ്യാപാരശാലകള് അടച്ചുപൂട്ടപ്പെട്ടവര്, കർത്താവേ, ഇപ്പോഴ് അവർക്കെല്ലാം ഉയർത്തെഴുന്നേൽപ്പ് നൽകണമേ, ഉയർത്തെഴുന്നേൽപ്പ് നൽകണമേ. ശ്രുതികട പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കർത്താവായ ദൈവമേ, ഓരോ വിഷയങ്ങൾക്ക് ഉടമ്പടി ചെയ്തിരിക്കുന്നവര്, ഉടമ്പടി പുതുക്കിയവര് അടിയന്തരമായിട്ട് ഇന്ന കാര്യങ്ങള് നടന്നേ മതിയാവൂ എന്ന് ഹൃദയം ശ്വാസമിടിച്ച് പ്രാർത്ഥിക്കുന്നവര്, അവരെ നീ ഏറ്റെടുക്കണമേ, അവർക്ക് സാക്ഷികളാക്കി മാറ്റണമേ, അവർക്ക് ഉടമ്പടിയുടെ സാക്ഷികളാക്കി മാറ്റണമേ. ശ്രദ്ധിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രാർത്ഥിക്കുന്നു. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഏകസ്ഥരായി ജീവിക്കുന്നവരെ, അവരുടെ ജീവിത സാഹചര്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വസ്തുക്കള് അടിച്ചു മാറ്റാൻ സമ്മർദ്ദം ചെലുത്തുന്ന പിശാചി ചിന്തകളുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ കാര്യങ്ങള്, മക്കള്, വീട്, വിവാഹം, വഴി, ജോലി, പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ കിട്ടാത്തതിന്റെ പേരിൽ നിരാശയും വേദനയും അനുഭവിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ലോകത്താന്മാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരിലേക്ക് അഭിഷേകം ഒഴുക്കണമേ. ദൈവത്തിന്റെ വചനങ്ങള് മനസ്സ്, തിരുമനസ്സ് മനസ്സിലാക്കാൻ അവർക്ക് ബുദ്ധിക്ക് തെളിച്ചു കൊടുക്കണമേ. ഹൃദയത്തിന് അഭിഷേകം നൽകണമേ. ശ്രുതികട Hallelujah.
നിമിഷം മൗനമായി പ്രാർത്ഥിക്കുക. വ്യക്തിപരമായ ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഉടമ്പടി വെച്ച വിഷയങ്ങൾ ഉൾപ്പെടെ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കുക. മൗനമായി കണ്ണുകളടച്ച് കൈകൾ നെഞ്ചത്ത് പൊത്തി പ്രാർത്ഥിക്കുക. എല്ലാ പ്രവർത്തനങ്ങളും വരണത്, എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും വരണത് നിങ്ങളൊരു പത്രം കൊണ്ട് കൊടുക്കണമെന്ന് വിചാരിച്ചോ? കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. ആ സാക്ഷ്യത്തിന് ചേച്ചിയുടെ പേര് അതായത് ജാൻസി ചാക്കോ, തലൂരപ്പറമ്പ്. ജാൻസി ചാക്കോ ഒരു ഫാർമസിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയാണ്. ചേച്ചി നിന്ന് വേരിക്കോസായി കാലിൽ. ഒരു കാലവസാനം കാല വേദന, അതായത് പിന്നെ നീര്. അവർ പറയണത് ഞാൻ ഭർത്താവിനെ കൊണ്ട് എൻ്റെ കാല് ചവിട്ടി തിരുമിക്കുമ്പോഴാണ് എനിക്ക് ഉറക്കം വരുന്ന. എന്ത് കഷ്ടമാണെന്ന് നോക്കി. നീര് കല്ലച്ച് കിടന്നിട്ട് അത്ര. അപ്പോൾ എന്തൊരു നീരായിരിക്കും അല്ലേ? ആ സാക്ഷ്യം നമ്മളൊന്ന് നോക്കണേ, അത് നിങ്ങൾ നോക്കണേ. അതായത് ശരീരത്തിൽ നീര് കല്ലച്ച് കിടക്കണ നിപ്പ് ജോലിയാണ്. അവിടെ ചെന്ന് നിൽക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നിന്ന് കാലം നീരായി വേരിക്കോസായി. ഇതിന് വീട്ടിൽ വരുമ്പോൾ കാലെടുത്ത് തല വെച്ചുകൊണ്ടാണ് വീട്ടിൽ വരുന്നത്. അത്രയും വേദനയാണ്. അത്രയും വേദനയോടെ വീട്ടിൽ വരുമ്പോൾ കുറച്ച് ജോലിയൊക്കെ ചെയ്തിട്ട് രാത്രി കിടക്കാൻ വേണ്ടി ഉറങ്ങി കാലിങ്ങനെ വിങ്ങത്തില്ല ഇരുന്നുകൊണ്ട്. അപ്പോഴേ ചില വാദമുള്ള ആൾക്കാർക്കൊക്കെ നല്ലവണ്ണം അറിയാൻ പറ്റും. ആരെങ്കിലും ഒന്ന് തടകി കൊടുക്കണം. പക്ഷെ ഇവിടെ തടയാൻ നിൽക്കത്തില്ല. അവർ പറയണ നീര് ഉടച്ച് കളയാൻ വേണ്ടി ഞാൻ ഭർത്താവിനെ കാലൊക്കെ ആയിട്ട് നിർത്തി ചവിട്ടി തിരുമിക്കുമെന്ന്. അത് സാക്ഷി പറഞ്ഞാണത്. അത്രയും കണ്ടീഷനാണ്. പക്ഷേ ഇവരെന്നാ ചെയ്ത്, ഇവർ ഉടമ്പടി എടുത്ത്, ഉടമ്പടി നിങ്ങളെല്ലാവരും എടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ജാൻസി ചാക്കോക്ക്. ജാൻസി ചാക്കോ ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് പത്രവും മേടിച്ച് തലൂരപ്പറമ്പിലോട്ടല്ലേ പോകേണ്ടത്, തണ്ണീർമുക്കം വഴി. ആരും ചേർത്തല ചെന്ന് എല്ലാ കടകൾക്കും ഓരോ പത്രം കൊടുത്ത്. അത് സ്പീഡായിട്ടാണ് കൊടുക്കുന്നത്. പ്രാർത്ഥിച്ച് നല്ല ഒരു വെടിക്കെട്ട് കൊടുക്കലാണ്. അല്ലാതെ ഇത് കൊടുക്കണം, അവിടെ അവർ വാങ്ങിക്കുമോ, അവർ വാങ്ങിച്ചില്ലേ എന്ത് ചെയ്യും, അവരിവിടെ കൊടുത്തില്ലേ, ഇങ്ങനെ കുറേയൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇതങ്ങനെയല്ല, ഇത് വെടിക്കെട്ടാണ്. ഇവർ രക്ഷപ്പെട്ടത് അതുമല്ല. അതിനുശേഷം ഇവർ തലയോരപ്പറമ്പിൽ ചെന്ന് അവിടെയൊക്കെ എല്ലായിടത്തും പത്രം കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഇവർ ദിവസം പള്ളിയിൽ പോയി ഇരിക്കുകയാണ്. പള്ളിയിലിരിക്കുമ്പോൾ പള്ളിയിൽ ഒരു കെട്ട് പത്രം ഇരിക്കണം. അപ്പോൾ അവർക്ക് പറയണേ, പത്രം കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്ന്. എന്താ കാര്യം? ഇത് ആരോ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്ത ആൾക്കാർ കൊണ്ടുവന്ന് ഡംപ് ചെയ്തതാണ്. അത് ഡംപ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ആ പത്രം എടുത്തിട്ട് ഞാൻ പ്രാർത്ഥിച്ച് എല്ലാവർക്കും കൊടുത്തു. ആ രാത്രി കർത്താവിൻ്റെ കാര്യത്തൊട്ട് പിന്നീട് ഒരിക്കലും എനിക്ക് നീരുണ്ടായിട്ടില്ലെന്ന് കൈയടിച്ച് കർത്താവ് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും അതായത് ഇത് ഒരു വർക്കാണ് ശരിക്കണേ കർത്താവിൻ്റെ പേരിൽ. അതിനകത്ത് ഏറ്റവും വലിയ കണ്ടന്റ് എന്ന് മർമ്മം എന്നുള്ളത്, പത്രം കിട്ടായിട്ട് പള്ളി ഇരിക്കണ കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു എന്ന് തോന്നണില്ലേ? അതാണ് അവരുടെ മിഷൻ എന്ന് പറയണത്. ഇത് കർത്താവിനെ പ്രതിയുള്ള സങ്കടമാണത്. ആ സങ്കടം കാരണം അവരെടുത്തിട്ട് എനിക്ക് സങ്കടം തന്നെ വന്ന് വീട്ടിൽ പോയില്ല. അവർ അത് എടുത്തിട്ട് കണ്ടവർക്കെല്ലാം അത് വിതരണം ചെയ്ത്, എനിക്ക് സങ്കടമാണ് അത് എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി ഇരിക്കുക. ഇത് ഫസ്റ്റ് പാർട്ടാണ്. നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കൊണ്ടൊരിക്കലും ആക്ടിവേഷൻ സംഭവിക്കത്തില്ല. യോഹന്നാനി അതല്ലേ സംഭവിച്ചത്. യോഹന്നാനാണ് ആദ്യം കണ്ടത് 21:7. എന്താണ് അത്?
കർത്താവാണ്. പക്ഷേ പുള്ളിക്കാരൻ അവിടെ തന്നെ ഇരുന്ന്. അതാണ് കുഴപ്പം. ഇന്നത്തെ വിശ്വാസികളുടെ ഒരു 90% അവസ്ഥ അതാണ്. യേശു കർത്താവാണെന്ന് അറിയാം, അവിടെ തന്നെ ഇരിക്കും. യേശു കർത്താവാണെന്നറിയാം. ഉടമ്പടിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു കർത്താവാണെന്ന് നിന്നെ അറിയിക്കുകയും പിന്നെ എന്തു ചെയ്യും? ദൈവം അവന് മരിച്ചുവെന്ന് ഉയർപ്പിച്ചു എന്നുള്ള വിശ്വാസത്തിന് ചുമ്മാ പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് യാക്കോബ് 2:17 അനുസരിച്ചുകൊണ്ട് വിശ്വാസം പ്രവൃത്തികളാലാണ് നീതീകരിക്കപ്പെടുന്നത്. അതെന്നുവെച്ചാൽ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യമാണ്. ഒന്ന് പറഞ്ഞേ, കർത്താവേ ഞാൻ ചെയ്യുന്ന ഉടമ്പടി പ്രകാരമുള്ള യേശുവിന്റെ നാമത്തിലുള്ള എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കർത്താവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യമാകുകയാണെന്നുള്ള ആഴമായ ബോധ്യത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന അതിന് ഈ കൂട്ടത്തിൽ നിന്ന് ചാടിപ്പോന്നില്ലേ? യേശു കർത്താവാണെന്നുള്ള അറിവ് കിട്ടിയപ്പോഴുടനെ 10 ദിവസം ചാടിപ്പോന്നില്ലേ? കടലിലൂടെ നീന്തി കയറി പോകുന്ന ആദ്യമേ എത്തി. ഈ ആദ്യമേ എത്തണതൊക്കെ സീരിയസ് വിഷയമാണ്. ആദ്യമേ എത്തുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്. എന്താണ് അത്? മറ്റുള്ളവരെ കൂടി ഉദ്ദേശിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ്. നീ ഇവരെക്കാൾ അധികമായി. അതാണ് പ്രശ്നം. അതെന്നും പ്രശ്നം തന്നെയാണ്. 21:15 വായിച്ചോളൂ. യോഹന്നാന്റെ സുവിശേഷം. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്. ഈ ചോദ്യത്തിനാണ് പത്രോസ് അതാണ് ചെയ്തത്. ആ 11 പേരും ആ വള്ളത്തിൽ തന്നെ ഇരിക്കുകയാണ്. 10 പേര് ആ വള്ളത്തിൽ തന്നെ ഇരിക്കുകയാണ്. ആ 10 പേരിലാണ് പത്രോസ് ചാടിപ്പോകുന്നത്. അത് കണ്ടിട്ടാണ് ചോദിക്കുന്നത്, ഇവരെക്കാൾ അധികമായി. ഇപ്പം നിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അന്ത്യം വരെ കാണുന്ന ആളാണ് ദൈവം. അവസാനത്ത് ആദ്യത്തെ ഭാഗമൊക്കെ നല്ലതായിരിക്കാം, അന്ത്യഭാഗമാണ് പ്രശ്നം. മനസ്സിലായില്ലേ? നീ ഉടമ്പടിയുടെ ആദ്യ ഭാഗമൊക്കെ ഭയങ്കര വീരശൂര പരാക്രമം കാണിക്കും. ആ 90 ദിവസം ആകുമ്പോൾ നീ വെറുതെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയായിട്ട് മാത്രം ഈ സാധനം അവസാനിപ്പിക്കും. പ്രേക്ഷിത പ്രവർത്തനമില്ല, ദാനധർമ്മങ്ങളില്ല, രോഗി സന്ദർശനമില്ല. ഈ അന്ത്യഭാഗങ്ങൾ ആദ്യ ഭാഗങ്ങളെപ്പോലെ തന്നെ അന്ത്യഭാഗങ്ങളും ഇപ്പം 10 ദിവസത്തിന് മാർക്ക് കിട്ടാൻ കാര്യം അതാണ്. എന്താണ്? യോഹന്നാൻ വക്ഷസ്സിൽ കിടന്നോ അന്ത്യത്താഴത്തിൽ അല്ലേ? പിന്നെ കുരിശുമരണത്തിൽ കർത്താവിൻ്റെ കുരിശ് ചുവട്ടിൽ വന്നു. പക്ഷേ അന്ത്യഭാഗം യോഹന്നാന് പാളിപ്പോയി. അതൊരു 10-50 മാർക്കിൻ്റെ ഒറ്റ ക്വസ്റ്റ്യനായിരുന്നു. യോഹന്നാൻ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ചെയ്ത് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ചെയ്തെങ്കിലും അവസാനം ഒരു 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ യോഹന്നാൻ്റെ കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ട് എന്താ പറ്റിയത്? അധികാരം താക്കോല് പത്രോസിന് കിട്ടി. എന്താ കാര്യം? അവൻ്റെ അന്ത്യഭാഗം കറക്റ്റായിരുന്നു.
വെളിപാടിന്റെ പുസ്തകം 2:19 വായിച്ചേ. ശ്രുതികട്ടെ ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ. നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന. വെളിപാട് 2:19. നിന്റെ പ്രവൃത്തികളും സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും ദീർഘമായ സഹനവും ഞാൻ അറിയുന്നു. നിന്റെ അവസാന പ്രവർത്തനങ്ങൾ ആദ്യത്തേതിനേക്കാൾ മെച്ചപ്പെട്ടവയാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ആ വചനം വായിച്ചു തരാം. ഒന്നിന് വായിച്ചു തരാം. ഒന്ന് പറഞ്ഞേ. വെളിപാട് 2:19 വായിച്ചേ. നിന്റെ പ്രവൃത്തികളും ഏറ്റു പറഞ്ഞ നിന്റെ പ്രവൃത്തികളും സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും ദീർഘമായ സഹനവും ഞാൻ അറിയുന്നു. നിന്റെ അവസാന പ്രവർത്തനങ്ങൾ ആദ്യത്തേതിനേക്കാൾ മെച്ചപ്പെട്ടവയാണ്. ഇവിടെയാണ് പ്രശ്നം. അവസാന പ്രവർത്തനങ്ങളെ അപ്പം അവർ അപ്ലൈ ചെയ്തു. പെട്ടെന്ന് തന്നെ എനിക്ക് കോളേജിൽ നിന്ന് അപ്രൂവൽ ഇത് കിട്ടും. ഓഫർ ലെറ്റർ വന്നു. ആ കോളേജിൽ അഡ്മിഷൻ റെഡിയായി. ഇപ്പം എനിക്ക് വിസ പ്രോസസ്സിങ് നടക്കുക. അതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. അതോടൊപ്പം ഞാൻ പത്രം കൊടുത്ത് രണ്ടും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിന് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പത്രം കൊടുത്തിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് പോയി. അപ്പോൾ പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പത്രം കിട്ടി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ 2 വർഷമായിട്ട് മുടങ്ങിക്കിടന്ന ഒരു കാര്യം എനിക്ക് നേടിക്കിട്ടി. ഞാനത് നീ കൃപാസനത്തിൽ പോയി സാക്ഷ്യം പറഞ്ഞോളാം എന്ന് എന്നോട് പറഞ്ഞു. അതുപോലെ അസുഖമുള്ളവർക്ക് ഉപ്പും തൈലവും കൊടുത്ത് അവർ പ്രാർത്ഥിച്ചതിൻ്റെ ഫലം അവർക്ക് ഒരുപാട് രോഗശാന്തിയും ലഭിച്ചു. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജെനി റോക്കി. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. 2019 മെയ് 8 ആദ്യമായി ഉടമ്പടി എടുത്തത്. അപ്പോൾ ഇതിനു മുമ്പ് കൃപാസനത്തെക്കുറിച്ച് കേട്ടിരുന്നു, ഉടമ്പടി എന്താണെന്ന് കേട്ടിരുന്നു, പക്ഷേ കൂടുതൽ ഗ്രാഹ്യമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞു, കുഞ്ഞുങ്ങളില്ലാതിരുന്ന സമയത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ദൂരമാണ്, അപ്പോൾ ട്രാവലിംഗ് ചെയ്യണം, പിന്നെ ലീവ് കിട്ടുന്ന ബുദ്ധിമുട്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റിയില്ല. എന്നാലും ഇവിടെ വന്നൊന്ന് എന്താണ് ഒന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2019 ഫെബ്രുവരി മാസം കൃപാസനത്ത് വന്നു. ഇവിടെ വന്നപ്പോൾ കണ്ടത് ഒത്തിരി ആളുകളാണ്. അതായത് ഈ പൊരി വെയിലത്ത് ഒത്തിരി ആളുകൾ ആ വെയിൽ കൊണ്ട് മാതാവിനെ കാണാൻ, മാതാവിൻ്റെ അനുഗ്രഹം തേടി ഒത്തിരി പേര് നിൽക്കുന്നത് കണ്ടു. ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ പോലും അത്രയ്ക്ക് പാടായിരുന്നു. അകത്ത് വന്നു, ഞങ്ങൾക്ക് ട്രെയിനിന് സമയമായി, പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അത്രയും തിരക്കായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഇത്രയും ആളുകൾ ഈ ഒരു കൃപാസനത്തിൽ എത്തുന്നുണ്ടെങ്കിൽ ഈ മാതാവിന് അത്രയും അനുഗ്രഹം വർഷിക്കാൻ സാധിക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ചു. അങ്ങനെ ഞങ്ങൾ മാർച്ച് മാസം ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ പറ്റിയില്ല. ഏപ്രിലിൽ വരാൻ തീരുമാനിച്ചു, അതും സാധിച്ചില്ല. അങ്ങനെ മെയ് 8 ഇവിടെ വന്നത്. അങ്ങനെ ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ ഞങ്ങളുടെ പ്രധാന നിയോഗം കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി ആയിരുന്നു. പക്ഷെ ഞാൻ എന്തോ എഴുതിയപ്പോൾ വേറെ കാര്യങ്ങളാണ് എഴുതിയത്. എൻ്റെ കാര്യങ്ങൾ ഏറ്റവും അവസാനമാണ് വച്ചത്. പക്ഷേ മാതാവ് ആദ്യം നടത്തി തന്നത് എൻ്റെ വ്യക്തിപരമായ 2 നിയോഗങ്ങളായിരുന്നു. ഈ 6 നിയോഗങ്ങൾ വച്ച് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചത്. മാതാവിൻ്റെ ഒത്തിരി സാക്ഷ്യം കേട്ടപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, മാതാവ് സമയം വെച്ച് പ്രാർത്ഥിച്ചാലും നമുക്ക് അനുഗ്രഹം കിട്ടുമെന്ന് ഞാൻ ഒത്തിരി സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ട്. പിന്നെ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചാലും അനുഗ്രഹം കിട്ടുമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത ദിവസം തന്നെ പറഞ്ഞു, ഈ ഒരു 3 മാസത്തിനകത്ത് എനിക്ക് എൻ്റെ നിയോഗം സാധിച്ചു തരണമെന്ന് ഉറച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ മാതാവിനോട് നിരന്തരം യാചിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ മെയ്യിൽ ഉടമ്പടി എടുത്തു. അടുത്ത മാസം ജൂൺ 3 ഞങ്ങളിവിടെ വന്നു. ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, അതായത് ഉടമ്പടി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഫോണിൽ നോക്കിയപ്പോൾ സ്കൂളിൽ നിന്ന് ഒത്തിരി കോള് വന്നിരുന്നു. ഞാൻ ടെമ്പററി ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സ്കൂളിൽ തന്നെ സ്ഥിരമായി എന്നെ നിയമിക്കാനുള്ള, അതിനെ അറിയിച്ചുകൊണ്ടുള്ള കോളായിരുന്നു. മാതാവിന് അപ്പം തന്നെ നന്ദി പറഞ്ഞു.
എന്നിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ നിയോഗം ഇതാണ്, അപ്പോൾ എനിക്ക് ഈ 3 മാസത്തിനകത്ത് തന്നെ എൻ്റെ ഈ ആവശ്യം സാധിച്ചു തരണമെന്ന് ഓഗസ്റ്റ് 8 മുമ്പ് തന്നെ എനിക്ക് നല്ല വാർത്ത കേൾക്കണമെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ജൂലൈ മാസം ഞാൻ ക്യാരിയിങ് ആണെന്ന് അറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്കാൻ ചെയ്യാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു സാക്ക് വളരെ ചെറുതാണ്, ഹാർട്ട് ബീറ്റ് വന്നിട്ടില്ല, 2 ആഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ നമുക്ക് സ്കാൻ ചെയ്യാം, ആ സമയത്ത് മാറ്റമൊന്നും ഇല്ലായെങ്കിൽ റിമൂവ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. ആ സമയത്ത് മനസ്സിൽ ഒത്തിരി വിഷമം തോന്നി. ഞങ്ങൾ 2 പേരും റൂമിൽ വന്നു. അവിടെ കൃപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. കുറച്ച് നേരം അങ്ങനെ മിണ്ടാതെ ഇരുന്നു. മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ വന്നു. എന്നിട്ടും എൻ്റെ മനസ്സിൽ പറഞ്ഞത് ഈ 5 വർഷത്തിനിടയ്ക്ക്, ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ക്യാരിയിങ് ആവാത്ത ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം സംഭവിച്ചുവെങ്കിൽ എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും വരില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചു. പക്ഷേ ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ സ്കൂളിൽ പോകുന്ന സമയത്ത് റിലാക്സാണ്, പക്ഷേ ബ്രേക്ക് ടൈമൊക്കെ കിട്ടുമ്പോൾ മനസ്സിലിങ്ങനെ നല്ല രീതിയിൽ സങ്കടം വരും. അപ്പോൾ ഇതിങ്ങനെ തുടർന്ന് ഓരോ ദിവസവും ഇങ്ങനെ എണ്ണിയാണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം 2 ആഴ്ച കഴിയുമ്പോഴാണ് അടുത്ത സ്കാനിങ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ബ്രേക്ക് ടൈമിൽ കുട്ടികളൊക്കെ പോയി എനിക്ക് ഒത്തിരി സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് കബോർഡ് തുറന്നപ്പോൾ ഒരു 3-4 ബുക്കിൻ്റെ അടിയിൽ ഒരു കൃപാസനം പത്രം കണ്ടു. അതൊരു 2-3 വർഷം പഴക്കമുള്ളൊരു പത്രമായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി, നീ വിഷമിച്ചിരിക്കുന്നതിനുള്ള ഉത്തരം നിനക്ക് ഈ പത്രത്തിൽ നിന്ന് കിട്ടുമെന്ന് തോന്നി. ഞാൻ ഉടനെ ആ പത്രം എടുത്തു. പത്രം നിവർത്തി നോക്കിയപ്പോൾ അതിൽ ഫസ്റ്റ് പേജിൽ ജോസഫ് അച്ഛൻ്റെ എഡിറ്റോറിയലായിരുന്നു. അതിലൊരു വചനം ഇങ്ങനെ എഴുതിയിരുന്നത്, നിൻ്റെ ഞെരുക്കങ്ങൾ കേവലം 10 ദിവസത്തേക്ക് മാത്രം. അപ്പം ഞാനിത് ഒരു തവണ വായിച്ചു. ഇത് എന്നോട് തന്നെ പറഞ്ഞതാണോ എന്നൊരു സംശയം തോന്നി. വീണ്ടും ഞാനത് വായിച്ചു. എന്നിട്ട് തോന്നി എന്നോട് തന്നെ ആയിരിക്കും. ഞാൻ അവിടെ നിന്ന് എൻ്റെ സ്കാനിങ് ഡേറ്റ് കൗണ്ട് ചെയ്ത് നോക്കിയപ്പോൾ 10ാമത്തെ ദിവസമാണ് ആ സ്കാനിങ്ങിൻ്റെ ഡേറ്റ് തന്നിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഒരു കുഴപ്പവും വരില്ല എന്ന്. ഇതിനിടയ്ക്ക് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒത്തിരി പനിയും ചുമയും ബോഡി പെയിനും ഒക്കെ ആയി ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ പിന്നെ സ്കാനിങ് സമയമായി, സ്കാൻ ചെയ്തു. അപ്പോൾ പറഞ്ഞു 1.5 മാസത്തെ വളർച്ച കൊണ്ട് ഹാർട്ട് ബീറ്റ് വന്നിട്ടുണ്ട്. അപ്പോഴും ഒരു ചെറിയൊരു പരീക്ഷണം തന്നത്, സിസ്റ്റിൻ്റെ ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട്, ചിലപ്പോൾ 3 മുതൽ 5 മാസം വരെ ആ ടൈമിൽ അബോട്ടായി പോകാനും ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്നാലും ഞാൻ ഉറച്ച് വിശ്വസിച്ചു അങ്ങനെയൊന്നും സംഭവിക്കില്ല, കാരണം ഉടമ്പടി എടുത്തിട്ട് മാതാവ് തന്നതാണ്. അങ്ങനെ പിന്നെ 3 മാസത്തെയും പിന്നീടുള്ള സ്കാനിങ് എല്ലാം തുടർന്ന് പോയി. ഒരു കുഴപ്പവും ഇല്ല. ഈ ഒരു ഗ്യാപ്പിൽ കിട്ടിയത് കൊണ്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അങ്ങനെ മാർച്ച് 10 ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ നൽകി മാതാവ് അനുഗ്രഹിച്ചു. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ആദ്യം തന്നെ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ വരുന്നത് കളമശ്ശേരിയിൽ നിന്നാണ്. പേര് ജീന എന്നാണ്. ഞങ്ങളുടെ നാട് ചമ്പക്കുളമാണ്, പക്ഷേ ഇപ്പം താമസിക്കുന്നത് കളമശ്ശേരിയാണ്. ഹസ്ബൻഡിന് അവിടെ ജോലിയായ കാരണം അവിടെ ക്വാർട്ടേഴ്സിലാണ് നിൽക്കുന്നത്. എനിക്ക് ആദ്യമേ പറയാനുള്ള ഒരു ഉടമ്പടി അനുഗ്രഹം എന്ന് പറയുന്നത്, ചമ്പക്കുളത്ത് താമസിക്കുന്നതുകൊണ്ട് ഞാൻ മണിമലക്കാരിയായിരുന്നു. കിഴക്കൻ നാട്ടിൽ നിന്ന് വന്നിട്ട് എല്ലാ വർഷവും ഈ വെള്ളം കുട്ടനാട്ടിൽ കയറുന്ന കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലം മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പറ്റണമെന്ന്. ആദ്യമേ ഞാൻ 2016 ഒരു ഉടമ്പടി വെച്ചെങ്കിലും എനിക്കത് 1 വർഷത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയെങ്കിലും പിന്നെ പുതുക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഈ പ്ലാൻ നടക്കുകയില്ലെന്ന് തന്നെ വിചാരിച്ചിരുന്നു. പക്ഷേ ഞാൻ കഴിഞ്ഞ 2021 വന്ന് സെപ്റ്റംബറിൽ പുതുക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് 1 രൂപ പോലും കയ്യിലില്ലാതെ തന്നെ 15 സെൻറ്റ് സ്ഥലം ലോൺ എടുത്ത് മേടിക്കാൻ പറ്റി. ലോൺ എടുത്ത് മേടിക്കാൻ പറ്റിയതോടൊപ്പം തന്നെ വീട് പണി ഉടനെ ഒന്നുമില്ല എന്ന് മനസ്സിൽ വിചാരിച്ചെങ്കിലും ഞങ്ങൾക്ക് വീട് പണി തുടങ്ങാനും പറ്റി. അപ്പം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഫൗണ്ടേഷൻ കെട്ടിയിടാം, ഇനിയൊന്നും മുന്നോട്ട് ഞങ്ങൾക്ക് നടക്കത്തില്ല എന്ന് തന്നെ തീരുമാനിച്ചപ്പോഴത്തേനും ഞങ്ങളുടെ ചമ്പക്കുളത്തെ സ്ഥലം 15 വർഷത്തോളമായിട്ട് ഞങ്ങൾക്ക് വിൽക്കണമെന്ന് മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും നടക്കുന്നില്ലായിരുന്നു. ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഒരാൾ, ഒരു ബ്രോക്കർ പോലും ഇല്ലാതെ കണ്ട് ഞങ്ങളെ വിളിച്ചു ചോദിച്ചു, ഇന്ന പോലെ സ്ഥലം കൊടുക്കുമോ, 2ആയിട്ടാണേലും മതി എന്ന് പറഞ്ഞപ്പോഴത്തേനും അതിനകത്ത് 10 സെൻറ്റ് 21 സെൻറ്റ് സ്ഥലമായിരുന്നു. വഴിയെല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേനും 17 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പം അതിൽ 10 സെൻറ്റ് സ്ഥലം ഞങ്ങൾ എടുത്തോളാമെന്ന് പറഞ്ഞു.
എന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു എന്നാലും മുന്നോട്ട് വീട് പണി തുടങ്ങുകയല്ല, എഗ്രിമെൻറ്റ് വെച്ച് ഒരു 5-6 മാസമെങ്കിലും കഴിഞ്ഞാലല്ലേ പൈസ തരുള്ളൂ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചെങ്കിലും അവരുടനെ തന്നെ എഗ്രിമെൻറ്റ് വെക്കാൻ തയ്യാറാകുകയും 10 ലക്ഷം രൂപ അഡ്വാൻസ് തരികയും ചെയ്തു. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങളുടെ വീട് പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ആഴ്ച 2ാം നിലയുടെ വാർക്ക് നടക്കുകയാണ്. അമ്മയ്ക്ക് അതിന് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ എൻ്റെ മോന് ആർമിയിൽ ടെസ്റ്റിന് വേണ്ടി പോയി ബാംഗ്ലൂർ. കേരളത്തിൽ നിന്നും പോയതിൽ ഒരു മലയാളി കുട്ടിക്ക് മാത്രമേ അന്ന് കയറാൻ പറ്റുള്ളൂ. അതെൻ്റെ മോനായിരുന്നു അന്ന്. ഇവിടുത്തെ പോലെയല്ല, 5 കിലോമീറ്റർ ഓട്ടോ ഒക്കെ ആയിരുന്നു. അപ്പം കിട്ടത്തില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഞാൻ മോനോട് പറഞ്ഞു വിട്ട്, അന്ന് ആദ്യമത്തെ ഉടമ്പടി വെച്ച് ഞാൻ പറഞ്ഞു വിട്ട്, മോനെ നമുക്ക് കിട്ടും. ഒത്തിരി വിഷമമൊക്കെ ആയിരുന്നു. എന്നിട്ട് ഓടിയെല്ലാം എത്തിക്കഴിഞ്ഞ് വീണ്ടും 1 മാസം കഴിഞ്ഞായിരുന്നു അടുത്ത എക്സാമിൻ്റെ ഇത് വന്ന്. അപ്പോഴും കൊച്ചിന് ഭയങ്കര ടെൻഷനായി. അപ്പം ഞാനിങ്ങോട്ട് വിളിച്ച് അന്ന് പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുകയൊക്കെ ചെയ്ത് ഇവിടെ വരുമ്പോൾ ഇതുവഴി പോകുമ്പോഴെല്ലാം അവിടെ കയറും അമ്മയോട് പറയും, അമ്മേ ഈ ഒരു കാര്യം സാധിച്ചു തരണേന്ന് പറയുമ്പോൾ അമ്മ എക്സാമിൽ കൊച്ചിന് പാസ്സാക്കുകയും പ്രതീക്ഷിക്കാതെ തന്നെ മോന് അങ്ങനെ ആർമിയിൽ കയറാൻ പറ്റുകയും മോൻ്റെ ആ ജോലിയിൽ നിന്നും ലോണ് എടുത്തുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾ ഈ വീടിൻ്റെ കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതും. പിന്നെ മോൻ്റെ ഒരു പ്രാവശ്യം തിരുവനന്തപുരത്ത് രാത്രി വന്നിറങ്ങിയപ്പോൾ ഞാനായിരുന്നു ഡ്രൈവ് ചെയ്യുന്നത്. രാത്രി 1 മണിക്കാണ് വന്നിറങ്ങിയത്. അവിടെ നിന്ന് ട്രെയിൻ വന്നിറങ്ങിയിട്ട് വണ്ടിയിൽ യാത്ര ചെയ്ത് ഞങ്ങൾ പോവുകയായിരുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 1 മണി നേരത്ത് ഞാൻ കൊച്ചിനോട് പറഞ്ഞു എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ മൊബൈലിൽ പെട്ടെന്ന് പാട്ടിട്ട് തന്നു, മമ്മി ഈ പാട്ട് കേട്ടാൽ മതി, ഉറങ്ങത്തൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ കണ്ണടഞ്ഞു പോയി. നേരെ ലെഫ്റ്റ് സൈഡിൽ ഭയങ്കര കുഴിയാണ്, കൊക്ക ഉണക്കത്തെ കുഴിയാണ്. ഞങ്ങൾ ലെഫ്റ്റിൽ കൂടെ പൊയ്ക്കൊണ്ടിരുന്ന ഞങ്ങൾ വണ്ടി മറിഞ്ഞ് ലെഫ്റ്റിലേക്ക് പോയില്ല, പക്ഷേ റൈറ്റ് സൈഡിൽ വന്ന് മറിഞ്ഞ് നേരെ തലകുത്തനെ വണ്ടി കിടക്കുക. അപ്പോഴാണ് കണ്ണ് തുറക്കുന്നത്, അടഞ്ഞു പോയി കണ്ണ് തുറക്കുകയും ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു മോനെ അനങ്ങരുത്, നമ്മൾ കൊക്കയിലായിരിക്കും കിടക്കുന്നത്, ചിലപ്പം വണ്ടി ഇങ്ങനെ അനങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും താഴ്ചയിലേക്ക് പോകും, എനിക്ക് കണ്ണ് തുറക്കാൻ തന്നെ പേടി, അങ്ങനെ കൊക്കയിൽ നിൽക്കുമായിരിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കൊച്ചു പെട്ടെന്ന് തുറന്നു നോക്കിയിട്ട് മമ്മി ഒന്നുകൊണ്ട് പേടിക്കേണ്ട, നമ്മൾ റോഡിൽ തന്നെയാണ് നമ്മുടെ വണ്ടി മറിഞ്ഞ് കിടക്കുന്നതെന്ന് പറഞ്ഞു. എങ്ങനെയൊക്കെയോ അതിനകത്തുനിന്ന് ഇറങ്ങി. ആ ഒരു അനുഭവം ഞാൻ പറയാൻ താമസിച്ചതിൽ എനിക്ക് ഒത്തിരി വിഷമമുണ്ട്. കാരണം ഞാൻ ഇവിടെ വന്ന് നേരത്തെ മരിയൻ തപസ് കൂടിയപ്പം ജോസഫ് അച്ഛൻ പണ്ട് പറഞ്ഞു ഓർക്കുന്നുണ്ട്, വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ഇങ്ങനെ അപകടം വരുന്ന ഒരു കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേന് ഞാൻ മനസ്സിൽ തീരുമാനിച്ചു, ദൈവമേ എൻ്റെ കാര്യമാണോ ഈ പറയുന്നത് എന്നൊക്കെ ഞാൻ മനസ്സിൽ ചിന്തിച്ചു. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് അച്ഛൻ പറഞ്ഞത് എൻ്റെ കാര്യം തന്നെയായിരുന്നു പറഞ്ഞതെന്ന് എനിക്കൊരു ഓർമ്മ കിട്ടിയത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയമായി. ഇപ്പോഴും ഇങ്ങനെയൊക്കെ നടന്നെങ്കിലും വീട് പണിയെല്ലാം നടക്കുന്നുണ്ട്, എങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോഴത്തേനും എനിക്കൊരു ജോലി വേണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു. അപ്പം യൂണിവേഴ്സിറ്റിയിൽ, കുസാറ്റ് യൂണിവേഴ്സിറ്റിയിൽ 8 മാസം കൂടുമ്പം അവർ വിളിക്കും. അങ്ങനെ അവിടെ 8 മാസം കൂടുന്ന വർക്കിന് വേണ്ടിയിട്ട് എന്നെ വിളിക്കുകയും വീണ്ടും 4 മാസം ബ്രേക്ക് കഴിഞ്ഞ് വീണ്ടും വിളിക്കും. ഈ കഴിഞ്ഞ തവണ വന്ന് പുതുക്കി കഴിഞ്ഞിട്ട് സെപ്റ്റംബറിൽ വന്ന് പുതുക്കി ഒക്ടോബർ 2 വർഷം കഴിയാതെ 3 പ്രാവശ്യം കയറിയവരെ ഇനി എടുക്കത്തില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും 1 വർഷം കഴിഞ്ഞപ്പം തന്നെ അമ്മ ആ സെപ്റ്റംബറിൽ വന്ന് പുതുക്കി ഒക്ടോബർ 4-ാം തീയതി മുതൽ വീണ്ടും ജോലിക്ക് കയറാനും എനിക്ക് പറ്റി. ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം ഞാൻ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു.